ആ ശബ്ദം നമ്മളെ ഇങ്ങനെ ഭ്രമിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു 8 പതിറ്റാണ്ടെന്ന് പറയുന്നത്. അത് പല പല വേർഷനുകളിലൂടെ നമ്മുടെ മുൻപിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നമ്മൾ ഒ പി തയ്യാറിനെ കുറിച്ച് പറഞ്ഞു, അതിനുശേഷം ആർ ഡി ബർമനെ കുറിച്ച് പറഞ്ഞു. 90കളിൽ അല്ലെങ്കിൽ ഒരു 85കൾക്ക് ശേഷം പിന്നെ ആശാ ഭോസ്ലെ പതിയെ സിനിമാ സംഗീതത്തിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു കാലമാണ് നമ്മൾ കണ്ടത്. കുറച്ച് പടങ്ങളൊക്കെ കുറച്ച് അവർ അപൂർവമായിട്ട് മാത്രം സിനിമാ പാട്ടുകളിലേക്ക് പോകുന്ന ഒരു കാലം നമ്മൾ കണ്ടു. പക്ഷേ അതിനുശേഷം പിന്നീട് നമ്മൾ ആശാ ഭോസ്ലെ കാണുന്നത് ഇന്ത്യ ഇളക്കി മറിച്ച ഒരു സംഗീത സംവിധായകന്റെ കൂടെയായിരുന്നു. അത് സാക്ഷാൽ എ ആർ റഹ്മാന്റെ കൂടെ ഈ റെഗീല എന്ന് പറയുന്ന സിനിമയിലാണ് പിന്നെ ആശാ ഭോസ്ലെയുടെ അതുല്യമായ തിരിച്ചുവരവ് കണ്ടത്. ഇന്ത്യൻ സിനിമയെയും ഇന്ത്യൻ യുവത്വത്തെയും ഇളക്കി മറിച്ച ഗാനങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയും. രംഗീല എന്ന് പറയുന്ന സിനിമ 1995 പുറത്തിറങ്ങിയത്. ആ സിനിമയിലെ അവർ പാടിയ പാട്ടുകളെല്ലാം അസാധ്യമാം വിധത്തിൽ ഇന്ത്യയുടെ യുവത്വം ഏറ്റെടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നീട് നമ്മൾ ഒരുപാട് സിനിമകൾ, താർ എന്ന് പറയുന്ന സിനിമയുണ്ടായിരുന്നു, ലഗാൻ ഉണ്ടായിരുന്നു, ഇരുവർ, അങ്ങനെ എത്രയോ റഹ്മാൻ ചിത്രങ്ങളുടെ ഭാഗമായി ദിൽസെ പോലുള്ള സിനിമകളൊക്കെ നമ്മൾ അങ്ങനെ അത്ഭുതത്തോടെ കണ്ടുനിന്നതാണ്. അതായത് ഈ ശബ്ദത്തിന് പ്രായമാകുന്നതേ ഇല്ല എന്നതായിരുന്നു നമ്മളെ അത്ഭുതപ്പെടുത്തിയത്. ഈ പ്രായത്തിലും ഈ സ്വരമാധുര്യം എങ്ങനെ കിട്ടുന്നുവെന്ന് അമ്പരപ്പോടെ ഈ രാജ്യത്തെ ഓരോ സംഗീതപ്രേമിയും മനസ്സുകൊണ്ടെങ്കിലും ആശാ ഭോസ്ലെയോട് ചോദിച്ചിട്ടുണ്ടാകാം. കാരണം അത്രമാത്രം നമ്മളെ അത്ഭുതപ്പെടുത്തിയിരുന്നു ആ സ്വരം എന്നതാണ് സത്യം. മറ്റൊരു കാര്യം പറയാം, ഇപ്പോൾ നമ്മൾ കേട്ട മെലഡി ഉണ്ടല്ലോ, ആ മെലഡി പാടിയ അതേ ആശാ ഭോസ്ലെയാണ് മറുഭാഗത്ത് ഡോൺ അടക്കമുള്ള സിനിമകളിലെ പോപ്പ് ക്യാബറെ ഡാൻസ് സോങ്ങുകൾക്ക് ശബ്ദം നൽകിക്കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ചത്, നമ്മളെ ഒരു ജനതയെ ഒന്നടങ്കം ഇളക്കി മറിച്ചത് എന്നുകൂടി പറയുമ്പോഴാണ് എത്രമാത്രം വേഴ്സറ്റൈൽ സിംഗർ ആയിരുന്നു ആശാ ഭോസ്ലെ എന്ന് നമ്മളിങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നത്. ഏതായാലും ഒരു യാത്ര, അതായത് ലതാ മങ്കേഷ്കറുടെ സഹോദരി എന്ന പദവിയിൽ നിന്ന് തുടങ്ങുന്ന യാത്രയാണ്. പക്ഷേ ആ യാത്ര പതിയെ ലതാ മങ്കേഷ്കർ എന്ന് പറയുന്ന വലിയ നിഴലിനെ മറികടന്ന് മറ്റൊരു വഴിയിലൂടെ ഒഴുകുകയായിരുന്നു. ആ ഒഴുക്കെന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയുടെ സുവർണ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന മനോഹരമായ തടസ്സങ്ങളില്ലാത്ത ഒരു തെളിനീരുറവ പോലെ നമ്മുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുകയാണ്.